ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നും പതിവ് പോലെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ പെരുമ്പാവൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് വന്നത്. മെയിനായിട്ട് വെളിയിലേക്ക് പോണത്. പക്ഷേ ഇന്ന് വെളിയിലേക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൻ്റെ നമ്മുടെ വരാന്തയുണ്ട്. നല്ല നീളത്തിലുള്ള വരാന്തയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഏരിയ കൂടെയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് എക്സർസൈസ് ചെയ്യുന്നത് ഒരു 45 മിനിറ്റ്. അത് നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്കത് സാധിക്കും. പക്ഷേ നമ്മളത് വേണമെന്ന് വെക്കണം. എന്നാൽ അതിന് എന്ത് കാര്യത്തിനും സൊല്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ജങ്ക് ഫുഡ്സുകൾ, ഫാസ്റ്റ് ഫുഡുകൾ, കോളകൾ, സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ഇത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസുകൾ കൂടുതലുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു കോള കമ്പനിക്ക് എതിരായിട്ടൊരു വ്യക്തി കേസ് കൊടുത്തു. അത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പെപ്സി ക്യാൻ വാങ്ങിച്ച് കുടിക്കാനായിട്ട്. പക്ഷേ ആ ക്യാനിൻ്റെ അകത്തൊരു ചത്ത എലിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തത്. പക്ഷേ കോടതിയിൽ അദ്ദേഹം തോറ്റുപോയി. അതിന് കൗണ്ടറായിട്ട് കമ്പനി പറഞ്ഞത് ഈ കൊക്കക്കോള കമ്പനിയിൽ അവർ ഒരു കോള കമ്പനിയില്ല, കൊക്കക്കോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെപ്സി കമ്പനി, ആ പെപ്സി കമ്പനിക്ക് എതിരായിട്ടാണ് കൊടുത്തത്. അതിനുള്ളിലൊരു ചത്ത എലി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തപ്പോൾ അവരതിനെ കൗണ്ടർ ചെയ്തത് അവർ പെപ്സിയിലേക്ക് ഒരു ചത്ത എലിയെ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് അലിഞ്ഞു പോയതായിട്ട് കോടതിയിൽ അവർ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. മാത്രമല്ല, ഒരാഴ്ച കമ്പനിയിലുണ്ടാക്കുന്ന ഈ പെപ്സികൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അത് സെയിൽസിന് വേണ്ടിയിട്ട് അയക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം കോടതിയിൽ തോറ്റുവരും. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കെമിക്കലൊക്കെ അടങ്ങിയ ഈ പെപ്സി, കോള പോലുള്ള സാധനങ്ങൾ നമ്മൾ സ്ഥിരം ആഹാരത്തിനൊപ്പം അല്ലാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് സ്ലോവിലിയാണ് വരുള്ളൂ, ഒരിക്കലും പെട്ടെന്ന് വരില്ല. പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമ്പനികളൊക്കെ പൊട്ടിപ്പോകില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ സ്ഥിരമായിട്ടുള്ള എക്സർസൈസ് കാര്യങ്ങളും ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു വയ്ക്കുക. കാരണം നമ്മൾ ഈ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. നമുക്കും വരില്ല എന്ന് നമ്മൾ വിചാരിച്ച് എടുക്കാതിരുന്നാൽ അതൊരു പക്ഷേ നാളെ ഒരിക്കൽ ഒരു വലിയ സാമ്പത്തിക ഒരു കടത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ നിങ്ങളോടുള്ള ഒരു അഡ്വൈസ്, എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. ഞാനത് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.